Hello guys, welcome back to my channel. So it's the weekend. വീക്കെൻഡ് ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളൊരു റുട്ടീൻ ആണ് ഇന്നത്തെ ഈ വ്ലോഗ്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ ഡേ. രാവിലെ തന്നെ എണീറ്റു, വേഗം മുഖമൊക്കെ കഴുകി, പല്ലൊക്കെ തേച്ചു. ഈ കുട്ടപ്പിയാകുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ടാസ്കും കൂടിയാണ്. വീക്കെൻഡ്സ് ആണ് എനിക്ക് അലക്കാനായിട്ട് ടൈം കിട്ടണം. വീക്കെൻഡ്സ് ആർ മൈ അലക്ക് ഡേ. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, വേഗം അങ്ങ് ലിപ്സ്റ്റിക്ക് തേച്ച്. ഇന്ന് ഫുൾ ഡേ വീഡിയോ എടുക്കാനുള്ളതാണല്ലോ, കോൺഫിഡൻസ് മുഖ്യം ബിഗിലേ. ബാക്കി എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേസ് എനിക്ക് വർക്ക് ഉണ്ട്. സോ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് നടപടിയായിട്ടില്ല. അത് കഴിഞ്ഞു. ഹായ്, സോ എൻ്റെ രാവിലത്തെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടാസ്കുകളൊക്കെ തീർന്നു. ഞാൻ തുണി അലക്കി ഇതവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് റൂംമേറ്റ് അവളാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇടുന്നതായിരിക്കും. പാരലലി ഞാൻ ഇന്ന് ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവക്കേടോ കാണാനില്ല, ഞാൻ പോയി അവക്കേടോ എടുത്തിട്ട് വരാം. ഫ്രിഡ്ജിൽ നിന്ന് കിട്ടി ഒരു പഴം, ഒരു അവക്കേടോ പഴം, സോറി തെറ്റിപ്പോയി, അവക്കേടോ പഴം, ഇത് രണ്ടും കൂട്ടി നമ്മൾ ഷേക്ക് ഉണ്ടാക്കും. ബ്രേക്ക്ഫാസ്റ്റ് അവളുടെ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ സ്മൂത്തി ആണ് ഉണ്ടാക്കുന്നത്. ചക്കര പൊതുവേ ഞാൻ സ്മൂത്തി മാത്രമേ കഴിക്കാറുള്ളൂ രാവിലെ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും ഓഫ് ആയതുകൊണ്ട് ഞങ്ങൾ സൈഡിൽ ബ്രെഡും സാധനങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. സോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. എൻ്റെ ഫ്രണ്ട് കുർത്തം കെട്ടവള് ഞാൻ റെക്കോർഡിങ്ങാ. നല്ല മക്ക്, നല്ല ഷേക്ക്. ഓക്കെ ബൈ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഗായ്സ്. യേ ഔട്ട്ഫിറ്റ് ചെക്ക് ടൈം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഫോർ ദി ഡേ. ഇനി വേഗം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം. ആദ്യം ഞാൻ കുറച്ച് സൺസ്ക്രീമൊക്കെ വാരി തേച്ചു. പിന്നെ കുറച്ച് ചെറിയ മേക്കപ്പ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ബ്ലഷ്, ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു പരിപാടിയില്ല, ഒരു റൗണ്ട് ഓഫ് ലിപ്സ്റ്റിക്കും കൂടി ആഡ് ചെയ്തു. ഓക്കേ, ഈ മുടി വാരിയ ദാറ്റ്സ് വിൽ ബി മൈ ഫൈനൽ ലുക്ക്. അപ്പോൾ റെഡിയായി. ഞങ്ങൾ പതുക്കെ, അയ്യോ താക്കോലെടുക്കാതെ ഇറങ്ങിയ പ്രശ്നമാണ്, കാരണം പുറത്തിലൊക്കെ. ഈ ബിൽഡിങ്ങിലാണ് എൻ്റെ സ്റ്റേ, മേലിൽ 8th ഫ്ലോർ. ആൻഡ് ഇവിടെയാണ് എൻ്റെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്ത് വയ്ക്കുന്നത്. തുടർന്നുള്ള യാത്ര സൈക്കിളിലാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ ഇറ്റ് ഈസ് കൗഫ്ലൻഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് ട്യൂണ ഫുഡ് ഐറ്റംസ് മേടിക്കാനായിട്ട് കുറേ വീക്കെൻഡ്സ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഫുഡ് ഐറ്റംസ് മേടിക്കാനായിട്ട് പോകുന്നു. സൈലൻസ്. ഐ ആം ഹെഡിങ് ടുവേർഡ്സ് മൈ ഡെസ്റ്റിനേഷൻ. ബൈ. ഇതാണ് കൗഫ്ലൻഡ് വിശാലമായ ഷോറൂമാണ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ സെക്ഷൻ. ഫിഷ്. ഇവനെ ഞാൻ അങ്ങ് എടുക്കുക. കുഞ്ഞ് ഷോപ്പിംഗ് ആയിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് നെറ്റിലാണ്. നെറ്റ് ഓപ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നെറ്റിൽ റേറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അതുകൊണ്ടാണ് നെറ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു കടയിലും കൂടി കയറിയും 1-2 കടയും കൂടി ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി തീർന്നു. പെട്ടെന്നുള്ള മഴ കാരണം ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറി. ഞങ്ങൾ വാട്ടർമെലൻ മേടിച്ചു. ഇന്ന് വാട്ടർമെലൻ മുറിക്കലാണ് ഞങ്ങളുടെ ടാസ്ക്. ഫസ്റ്റ് ടൈമാണ് വാട്ടർമെലൻ മുറിക്കുന്നത്. കണ്ടറിയാം. ടൂൾസ് ഇയർ. ഒരാളിവിടെ അറിയത്തില്ല, ചിരിച്ചുകൊണ്ടിരിക്കുന്നു. മുറിച്ചു.
മുറിച്ചു കണ്ട. വാട്ടർമെലൺ മുറിക്കാൻ അത്ര പാടൊന്നുമില്ല. സമ്മറിൽ കഴിക്കേണ്ടതായിരുന്നു. ഇപ്പൊ വിന്റർ പോലെ ആയപ്പോൾ ഞാൻ വാട്ടർമെലൺ മേടിച്ച. ജർമ്മനിയിലെ വാട്ടർമെലൺ. അയ്യോ ബൈ. ഹായ്. ഇന്നലെ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ ഞങ്ങളുടെ പ്ലാൻ മാറ്റിയായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞെത്തിയപ്പോൾ ഭയങ്കര ലേറ്റായി. അതുകൊണ്ട് ഞങ്ങൾ സീല് പോകാനിരുന്ന വെച്ചാൽ ഞങ്ങൾ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തു, വന്ന് കുക്ക് ചെയ്ത് കിടന്നുറങ്ങി. അതാണ് സംഭവിച്ചത്. ഇന്ന് രാവിലെ ഇട്ടിട്ട് ഇന്ന് മലയാളം മാസമുണ്ട് നമുക്ക് ഹാലയിൽ. സോ മലയാളം മാസിന് പോവാണ്. മലയാളം മാസിന് പോയി വന്ന് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഞങ്ങൾ സീലേക്ക് പോകും. തുടർന്നുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ബൈ. ഞങ്ങൾ റൂമിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ബസ് ത്രൂ ആണ്. ബസ്സിൽ കയറി ഈ ഫ്രണ്ടിൽ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചർച്ച്. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും പള്ളിമണിയൊക്കെ അടിച്ചിരുന്നു. ആൻഡ് ദിസ് ഇസ് ദി പ്രയർ ബുക്ക്. പ്രയർ ബുക്ക് ഫുള്ള് സോങ്സ് ആണ്. പേജ് നമ്പർ ഉണ്ട്. പേജ് നമ്പർ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അവരൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പേജ് നമ്പർ കാണിക്കും. ആ പേജ് നമ്പർ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് പ്രയർ ബുക്കിൽ നിന്ന് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ജർമ്മനിയിലെ മാസ്. ഞങ്ങൾ പള്ളി പോയി എത്തി. പക്ഷേ മലയാളം വിചാരിച്ചാലും മലയാളം കുർബാന ഇരുന്നില്ല, ജർമ്മൻ കുർബാന. പിന്നെ കിട്ടിയപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞ് കുറച്ച് പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിങ്ങ് പോന്നു. ഇനി എന്ന് പുറത്ത് പോകണമെന്ന് പ്ലാൻ ചെയ്ത അന്ന് നല്ല മഴക്കാരും മഴയുമായിരിക്കും. അപ്പോൾ ഇന്ന് അതേപോലെ ക്ലൗഡി ആയിട്ട് റെഡിയാണ്. ഇനിയിപ്പോൾ പോകണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലാണ്. നോക്കാം. അങ്ങനെ പ്ലാൻ സക്സസ്ഫുള്ളായി. ഞങ്ങൾ പോവുകയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഹാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോകുന്നത് കോസ്പുട്ടിനസീലാണ്. ആൻഡ് ദിസ് ഇസ് ഇൻ മാക്ലിബർഗ്. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തി. ബസ് അവിടെ സൈഡിൽ തന്നെ കിടക്കുന്നുണ്ട്. ബസ് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അകത്തേക്ക് കയറാം. ഇതാണ് നമ്മുടെ ബസ്. സോ ഞങ്ങളങ്ങനെ ഫൈനലി ബസ്സിൻ്റെ അകത്ത് കയറി. അവിടുത്തെ പിള്ളേരൊക്കെ സൈക്കിളുണ്ട്, ട്രൈ സൈക്കിളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഫൈനലി നമ്മുടെ ലൊക്കേഷൻ എത്തി. ആൻഡ് വി ആർ സൂപ്പർ എക്സൈറ്റഡ്. ബസ്സിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, സൺഡേ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ ചെറുതായിട്ടൊരു ക്രൗഡൊക്കെ ഉണ്ടായി ബീച്ചിൽ, ഐ മീൻ ദ സീ. നല്ല നൈസൊരു സൺലൈറ്റൊക്കെ. അടിപൊളി. ബീച്ച് വേബ്സ്. ഞാൻ വിചാരിച്ച പോലത്തെ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. കൂടുതലും കുട്ടികളായിരുന്നു. കുട്ടികൾ അവിടെ ബീച്ചിൻ്റെ സൈഡിൽ വെള്ളത്തോട് ചേർന്ന് മണ്ണ് വാരി കളിക്കുന്നു, ബക്കറ്റിൽ വെള്ളം കോരുന്നു. കുറച്ച് പേരൊക്കെ ഓടിച്ചാടിയൊക്കെ കളിക്കുന്നുണ്ടായി. പിന്നെ കുറച്ച് പേര് ഷീറ്റൊക്കെ വിരിച്ച് ആ സൺലൈറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ വെയിലും കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായി. ഞങ്ങളൊരു ഓരം പറ്റി പതുക്കെ ഇങ്ങനെ നടന്നു. ഒരു സൈഡിൽ നോക്കിയാൽ നമുക്ക് കാണാം ഗ്രീൻ കളറിലെ വെള്ളം. ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടറാണ്. പിന്നെ ഇറങ്ങി നടക്കാൻ ഒരു ചെറിയ തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഭയങ്കര ഈ ട്രാൻസ്പെറൻസി ഉള്ളതുകൊണ്ട് താഴെയുള്ള കുഞ്ഞി ചെടികളൊക്കെ കാണാം. ആ സ്റ്റോൺസൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ താറാവ് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായി. താറാവിന് കുറേ പേര് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് ഫുഡ് കൊടുത്തു. ഞങ്ങൾ കുറച്ച് സ്നാക്സ് എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ സ്നാക്സൊക്കെ ഞങ്ങൾ വെള്ളത്തിൽ ഇങ്ങനെ താറാവിന് ഇട്ട് കൊടുത്തപ്പോൾ താറാവ് വന്ന് കൊത്തി തന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. വർത്ത് ദ വിസിറ്റ് ആയിരുന്നു. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ അവിടെ വേറെ കുറച്ച് ഓപ്ഷൻസും കൂടി ഉണ്ട്. സൈക്ലിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര റേറ്റ് കുറവാണ്. 15 യൂറോസൊക്കെയാണ് കയാക്കിങ്ങിന് അവർ പറയുന്നത്. കുറച്ച് പേര് ഇങ്ങനെ പെറ്റ്സിനൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടായി. പിന്നെ ഈ സൈക്കിളും വേറൊരു ഓപ്ഷനാണ്. എല്ലാവരും കൂടി ഫാമിലി ആയിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് സൈക്കിൾ ചവിട്ടി പോവാം. ഞങ്ങൾ പിന്നെ കൗതുകത്തോടെ നോക്കി നിന്നത് ഈ യൂണിക്കോണിനെയാണ്. ഇങ്ങനെ കാലുകൊണ്ട് പ്രഷർ കൊടുത്തിട്ടാണ് അതിന് ഫുള്ള് മൂവ്മെൻറ്റ് കിട്ടുന്നത്. അല്ലാണ്ട് ബാറ്ററിയോ ഒന്നുമല്ല. കുറച്ച് എഫേർട്ട് ഇടണം എന്നെനിക്ക് തന്നെ തോന്നി. പക്ഷെ എന്നാലും കാണാൻ നല്ല രസമുണ്ടായി. ഞങ്ങൾ ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ടായി, കുറച്ച് സ്നാക്സും എടുത്തിട്ടുണ്ടായി. ഞങ്ങൾ ഷീറ്റ് വിരിച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. കുറച്ച് പേര് അവിടെ നിന്ന് നീന്തുന്നുണ്ടായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പായക്കപ്പലുകൾ അത് പോകുന്നുണ്ടായി. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. വലിയ വെയിലും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ക്ലൗഡി ഡേ ആയതുകൊണ്ട്
വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷൂസൊക്കെ ഊരി ഞങ്ങളവിടെ ഇരുന്നു, കുറച്ച് നേരം അവിടെ ഇരുന്ന് ആസ്വദിച്ചു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, ചെറിയൊരു വിൻഡൊക്കെ ഉണ്ടായി. ദാറ്റ് വാസ് നൈസ്. നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക. അങ്ങനെ ഇന്നത്തെ ഔട്ടിങ് തീർന്നു. അടിപൊളി ലൊക്കേഷൻ, ഭയങ്കര പീസ്ഫുള്ളാണ്. ഐ എം സോ ഹാപ്പി. ഇനി വീണ്ടും വരുന്നതായിരിക്കും. തുടർന്നും നിങ്ങൾ കാണുക. ഞങ്ങൾ കുറേ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മൈ ജേർണി ഇൻ ജർമ്മനി. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ മൈ ചാനൽ ഫോർ ദോസ് ഹു ഹാവ് നോട്ട് യെറ്റ് followed me. Okay, subscribe. So until then, bye.